ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6ാം ഭാഗമായ മഹദിയാം ബാബിലോൺ എന്ന വിഷയം പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ 20, 21, 22 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിൻ്റെ അവസാന ഭാഗമായ 7ാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. സാത്താൻ്റെ പരാജയവും ദൈവജനത്തിൻ്റെ ആത്യന്തിക വിജയവുമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുന്ന 20ാം അധ്യായത്തിൽ 4 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്നാമത്തേത്, സാത്താനെ ചങ്ങലയ്ക്കിടുന്നു. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തേത്, സഹസ്രാബ്ദ വാഴ്ച 4 മുതൽ 6 വരെ വാക്യങ്ങൾ. മൂന്നാമത്തേത്, ഗോഗ് മാഗോഗ് യുദ്ധം 7 മുതൽ 10 വരെ വാക്യങ്ങൾ. നാലാമത്തേത്, വെള്ളസിംഹാസന ന്യായവിധി 11 മുതൽ 15 വരെ വാക്യങ്ങൾ. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. സാത്താനെ ചങ്ങലയ്ക്കിടുന്നു. 1ാം വാക്യം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോസ്തലൻ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ദർശനങ്ങൾക്ക് ശേഷം മറ്റൊരു ദർശനം കാണുകയാണിപ്പോൾ. സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. അവൻ്റെ കയ്യിൽ ഒരു താക്കോലും വലിയൊരു ചങ്ങലയും പിടിച്ചിരിക്കുന്നു. താക്കോൽ അഗാധത്തിൻ്റെതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അഗാധം 9ാമത്തെയായിട്ട് നമ്മൾ കണ്ട ബോട്ടംലെസ് പിറ്റ്, അഗാധ കൂപം തന്നെയാണ് ഇത്. ചങ്ങല എന്തിനാണെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 2ാം വാക്യം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ദൂതൻ മഹാസർപ്പത്തെ പിടിച്ച് ചങ്ങലയിട്ടു. പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പ്, ഏദനിൽ മനുഷ്യനെ വശീകരിച്ച് വഞ്ചിച്ചു കളഞ്ഞ പഴയ പാമ്പിനെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അവനെ ചങ്ങലയിട്ടത് ചെറിയൊരു കാലത്തേക്കല്ല, 1000 ആണ്ടേക്കാണ്. 1000 ആണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഇതുവരെ നമ്മൾ ധാരാളം സംഖ്യകൾ കണ്ടു. ഉദാഹരണത്തിന് 7 പൊൻനിലവിളക്കുകൾ, 42 മാസം, 1260 ദിവസം, 3.5 വർഷം, 3.5 ദിവസം, 10 ദിവസം, 2 സാക്ഷികൾ, 144,000. ഈ സംഖ്യകളെല്ലാം പ്രതീകാത്മകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന 1000 ആണ്ടും പ്രതീകാത്മകമായി തന്നെ മനസ്സിലാക്കണം. 1000 ആണ്ട് ഒരു വലിയ കാലയളവിനെ കാണിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ ഇത് കൃത്യം 1000 വർഷം തന്നെയാണെന്ന് ഭൂരിഭാഗം വിശ്വാസികളും വിശ്വസിക്കുന്നു. 3ാം വാക്യം. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ദൂതൻ സാത്താനെ പിടിച്ച് ചങ്ങലയിടുക മാത്രമല്ല ചെയ്തത്, അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടി മുദ്രയിടുകയും ചെയ്തു. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാനാണ് അവനെ അടച്ചുപൂട്ടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടേണ്ടതാകുന്നു. ഈ വേദഭാഗത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സാത്താനെ 1000 ആണ്ടേക്ക് ഒരു ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിക്കപ്പെട്ട സാത്താനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടി മുദ്രയിടുന്നു. 1000 ആണ്ട് കഴിയുമ്പോൾ വീണ്ടും അവനെ അഴിച്ചുവിടുന്നു. ഇതെല്ലാം വെളിപ്പാട് പുസ്തകം 19ാം അധ്യായത്തിന് ശേഷം ആശ്ചര്യമായി നടക്കുന്ന സംഭവങ്ങളാണെന്നാണ് വ്യാഖ്യാതാക്കളിൽ ഭൂരിഭാഗവും പറയുന്നത്. അവരുടെ സിദ്ധാന്തം അനുസരിച്ച് കർത്താവിൻ്റെ 2ാം വരവിന് ശേഷം, അതായത് 2ാം വരവിൻ്റെ 2ാം ഘട്ടമായ മഹത്വപ്രത്യക്ഷയ്ക്ക് ശേഷം
സാത്താനെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിക്കുകയും അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടി മുദ്രവെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കർത്താവ് തേജസ്കരിക്കപ്പെട്ട സഭയും സ്വർഗത്തിലെ സകല ദൂതന്മാരും ഒന്നിച്ച് ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിച്ച് കൃത്യം 1000 വർഷം വാഴുന്നു. 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടുകയും അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഇതാണ് ആ സിദ്ധാന്തം. നമ്മൾ പഠിച്ച കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം നാം കണ്ടത് കർത്താവിൻ്റെ 2ാം വരവോടെ സഭ എടുക്കപ്പെടുന്നതും തുടർന്ന് ഭൂമിയെയും ഭൂവാസികളെയും ദൈവക്രോധം ചൊരിഞ്ഞ് നശിപ്പിച്ച് കളയുന്നതുമാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനും ലോകാവസാനത്തിനുമിടയിൽ ഒരു ദീർഘ ഇടവേള വചനത്തിൽ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. ആ ഒറ്റ കാരണത്താൽ തന്നെ അവരുടെ ഈ സിദ്ധാന്തം വചനവിരുദ്ധമാണെന്ന് തെളിയുന്നു. പ്രതീകാത്മക ഭാഷ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ള വെളിപ്പാട് പുസ്തകത്തിൽ മറ്റനേക വിഷയങ്ങൾക്ക് ഉത്തരം കണ്ടതുപോലെ തന്നെ ഈ വിഷയത്തിനും ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. സാത്താനെ ചങ്ങലയിടുക അല്ലെങ്കിൽ ബന്ധിക്കുക. ഇതിന് സമാനമായ ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യൂദ 1:6. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ആശ്ചര്യമായി മനസ്സിലാക്കേണ്ടതല്ലെന്ന് വ്യക്തമാണല്ലോ. ആശ്ചര്യമായ ഒരു ചങ്ങല കൊണ്ട് സാത്താനെ ബന്ധിക്കണമെങ്കിൽ അവനൊരു ഭൗതിക വസ്തുവോ അല്ലെങ്കിൽ ഭൗതിക ശരീരമുള്ള ഒരു ജീവിയോ ആയിരിക്കണം. അങ്ങനെയല്ലെന്ന് വ്യക്തമാണ്. ദൈവം ആത്മാവായിരിക്കുന്നത് പോലെ അവനും ആത്മാവാണെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ അവനെ ചങ്ങലയിട്ടെന്നോ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടിയെന്നോ ഒക്കെ പറഞ്ഞാൽ അവൻ്റെ അധികാരത്തിന് പരിധി വെച്ചെന്നോ സ്വാതന്ത്ര്യം നിഷേധിച്ചെന്നോ ഒക്കെ നമുക്ക് ചിന്തിക്കാം. അവൻ പിശാചും സാത്താനുമെന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടയ്ക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ടയ്ക്കാണ് അവനെ ചങ്ങലയിട്ടത്. ഈ കാലഘട്ടം ഏതാണെന്ന് 4-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. തലഛേദിക്കപ്പെട്ട അല്ലെങ്കിൽ രക്തസാക്ഷികളായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടി വാഴുന്ന കാലഘട്ടം, അല്ലെങ്കിൽ യേശു ക്രിസ്തു വാഴുന്ന കാലഘട്ടം. ക്രിസ്തു വാഴ്ച തുടങ്ങിയത് എപ്പോഴാണെന്ന് 12-ാം അധ്യായം പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയതാണ്. 12-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടി തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്: ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലെത്തിയതോടെ നടന്ന സംഭവങ്ങളാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിൻ്റെ ആധിപത്യവും അല്ലെങ്കിൽ വാഴ്ചയും തുടങ്ങി. ക്രിസ്തുവിൻ്റെ വാഴ്ച തുടങ്ങിയതോടെ സാത്താന് സ്വർഗത്തിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അവൻ്റെ അധികാരം എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ അവന് ചങ്ങലയിട്ടു. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 29-ാം വാക്യം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാന സുഖാരോഹണത്താൽ മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ പരാജയപ്പെടുത്തി അവൻ്റെ വകയായിരുന്ന അനേക ആത്മാക്കളെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ജീവനിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ്റെ കോപ്പ് കവർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീട് കവർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനാണ്
അവനെ പിടിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ ചങ്ങലയിട്ടത്. സാത്താനെ ചങ്ങലയിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നും അത് എന്തിനു വേണ്ടിയായിരുന്നുവെന്നും നമുക്ക് മനസ്സിലായി. ഇനി അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടി മീതെ മുദ്രയിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അടച്ചു മുദ്രയിടുക. ആരാണോ സാത്താനെ അടച്ചു മുദ്രയിട്ടിരിക്കുന്നത് അവൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കും അവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സാത്താനെ അഗാധത്തിൽ തള്ളിയിട്ടു അടച്ചു മുദ്രയിട്ടത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരു ദൈവദൂതനാണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരമാണ് ദൂതൻ അത് ചെയ്തതെന്ന് വ്യക്തമാണ്. ഇനി അത് തുറക്കണമെങ്കിൽ ദൈവം കൽപ്പന കൊടുക്കണം. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിക്കാനാണ് സാത്താനെ അടച്ചു മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജാതികൾ വഞ്ചിക്കപ്പെടുവാനുള്ള സമയമാകുന്നതിന് മുമ്പേ സാത്താനത് ചെയ്യാതിരിക്കാനാണ് അവനെ അടച്ചു പൂട്ടിയിരിക്കുന്നത്. സമയമാകുമ്പോൾ അവനെ അഴിച്ചുവിടും. അവൻ എങ്ങനെയാണ് ജാതികളെ വഞ്ചിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് കാണാം. 4-ാം വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അപ്പോസ്തലൻ മറ്റൊരു ദർശനം കാണുകയാണ്. ന്യായവിധിയുടെ അധികാരം ലഭിച്ച കുറേ പേർ സിംഹാസനങ്ങളിലിരിക്കുന്നു. ഇത് എവിടെയാണെന്നോ ഇതിലിരിക്കുന്നവർ ആരാണെന്നോ ഇവർക്ക് അധികാരം കൊടുത്തത് ആരാണെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ ഭാഗത്തെക്കുറിച്ചും വ്യത്യസ്ത നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. ഒന്നാമത്തേത്, ഇവിടെ പറയുന്ന ന്യായാസനങ്ങൾ കർത്താവിൻ്റെ 2ാം വരവിന് ശേഷമുള്ള 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഭൂമിയിൽ വെക്കുന്നതാണെന്നും അതിലിരിക്കുന്നവർ അപ്പസ്തോലന്മാരും തേജസ്കരിക്കപ്പെട്ട സഭയും ജയം പ്രാപിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരും ആണെന്നുമാണ്. ജയം പ്രാപിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാർ ആരാണെന്നുള്ളതിന് വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. അപ്പസ്തോലന്മാരും തേജസ്കരിക്കപ്പെട്ട സഭയും ഇവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കുവാൻ പുതിയ നിയമത്തിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19:28. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വാക്യം അപ്പസ്തോലന്മാരെ മാത്രം ഉദ്ദേശിച്ച് കർത്താവ് പറഞ്ഞതാണ്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പത്രോസ് ചോദിച്ചതിന് മറുപടിയായിട്ട്, മാത്രമല്ല നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് പറഞ്ഞപ്പോൾ സഭയെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അപ്പോൾ സഭ സ്ഥാപിതമായിട്ട് പോലുമില്ല എന്ന് സ്പഷ്ടമാണ്. പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവർ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിനെ ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവൻ്റെ 2ാം വരവിന് ശേഷം ഭൂമിയിൽ സിംഹാസനം വിട്ടായ 1000 വർഷം ഇസ്രായേലിനെ ന്യായം വിധിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവർ പറയുന്ന മറ്റൊരു വാദം, വെളിപ്പാട് പുസ്തകം 4:4 കാണുന്ന സിംഹാസനങ്ങൾ ഭൂമിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ്. വെളിപ്പാട് 4:4. സിംഹാസനത്തിൻ്റെ ചുറ്റിനും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന് ചുറ്റുമിരിക്കുന്ന 24 മൂപ്പന്മാരുടെ സിംഹാസനമാണിത്. ഇതാണ് ഭൂമിയിലേക്ക് മാറ്റി അതിൽ 12 അപ്പസ്തോലന്മാരെയും തേജസ്കരിക്കപ്പെട്ട സഭയെയും ജയം പ്രാപിച്ച പഴയ നിയമ വിശുദ്ധന്മാരെയും ഇരുത്തുമെന്ന് പറയുന്നത്. ഓഷ്ക പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുന്ന ഇവരോട് എന്ത് പറയാനാണ്? അവർ പറയുന്ന
ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. ലൂക്കോസ് 22:30. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയങ്ങൾ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ഈ വാക്യവും അപ്പസ്തോലന്മാർ മാത്രമായി പറഞ്ഞ വാക്യമാണെന്ന് വ്യക്തമാണ്. ഇത് പറയുമ്പോൾ സഭ സ്ഥാപിതമായിട്ടില്ലെന്ന് നമുക്കറിയാം. എന്നാൽ സഭയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യം ഇവിടെ കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയങ്ങൾ തിന്നുകുടിക്കും. ഇത് സഭയിൽ ആചരിക്കുന്ന കർത്താവിൻ്റെ മേശയാണെന്നുള്ളതിന് സംശയമില്ല. അപ്പസ്തോലന്മാർ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ സഭയിൽ കർത്താവിൻ്റെ മേശയിൽ നിന്നും തിന്നുകുടിച്ചവരാണല്ലോ. ഈ വാക്യത്തിലും അപ്പസ്തോലന്മാർ സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാശ്ചര്യമായി 12 സിംഹാസനങ്ങൾ ഭൂമിയിലിട്ട് അതിലിരുന്ന് ന്യായവിധി നടത്തുന്ന കാര്യമല്ല. ഒരു വാക്യം വായിച്ച് നമുക്ക് ചിന്തിക്കാം. ലൂക്കോസ് 1:32-33 വാക്യങ്ങൾ. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഈ വചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറിക്കഴിഞ്ഞതാണെന്ന് 1-ാം അധ്യായം പഠിച്ചപ്പോൾ തന്നെ നാം മനസ്സിലാക്കിയതാണ്. അവൻ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് രാജാവായി വാഴുകയാണല്ലോ. അതുപോലെ തൻ്റെ അപ്പസ്തോലന്മാരായ 12 പേരും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് നോക്കാം. ദൈവം ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്തിരുന്ന മിശിഹായെ തക്ക സമയത്ത് അവരുടെ അടുക്കലേക്ക് ദൈവം അയച്ചു. യോഹന്നാൻ സ്നാപകൻ പരസ്യമായി അവനെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് തിരുവെഴുത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് താൻ തന്നെ ക്രിസ്തുവെന്ന് യേശു തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തു. എങ്കിലും അവർ അവനെ തള്ളിക്കളഞ്ഞു. അവർക്ക് ബോധിച്ച പ്രകാരം അവർ അവനോട് ചെയ്തു. ഒടുവിൽ അധർമ്മികളുടെ കയ്യാൽ അവർ അവനെ തറപ്പിച്ചു കൊന്നു. തിരുവെഴുത്തുകളെ നിവർത്തിച്ചുകൊണ്ട് അവൻ അവരുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ അപ്പസ്തോലന്മാർ അവരുടെ തന്നെ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശു തന്നെ ക്രിസ്തു എന്ന് അവരോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവരെയും അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. അന്നു മുതൽ അപ്പസ്തോലന്മാർ അവരോട് പറഞ്ഞ വചനങ്ങൾ, അവർ എഴുതി വെച്ച ലേഖനങ്ങൾ അവരെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മത്തായി സുവിശേഷം 19:28 പുനർജനനത്തിൽ എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഇംഗ്ലീഷ് പരിഭാഷ പലതിലും പുതു സൃഷ്ടിയിൽ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ചിലത് ഞാൻ പറയാം. NIV-യിൽ അറ്റ് ദ റിന്യൂവൽ ഓഫ് ഓൾ തിങ്സ്, എല്ലാം പുതുതാക്കുമ്പോൾ എന്നാണ്. RSV-യിൽ ഇൻ ദ ന്യൂ വേൾഡ്, പുതുലോകത്തിൽ എന്നാണ്. ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനിൽ ഇൻ ദ റീക്രിയേഷൻ, പുനഃസൃഷ്ടിയിൽ എന്നാണ്. ഈ പരിഭാഷകൾ പ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നവർ പറയുന്നത് പുതുവാന ഭൂമിയിലാണ് അപ്പസ്തോലന്മാർ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്നത് എന്നാണ്. സകല മനുഷ്യരുടെയും ന്യായവിധിയും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലവും ലഭിച്ചു കഴിഞ്ഞ് പുതുവാന ഭൂമിയിൽ എന്ത് ന്യായവിധിയാണെന്നറിയില്ല. അവർ തന്നെ ഉത്തരം പറയട്ടെ. 4-ാം വാക്യത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത വിഷയമായ 1000 ആണ്ട് വാഴ്ചയോടുള്ള ബന്ധത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകത്തിലെ മറ്റു പല വിഷയങ്ങൾ പോലെ തന്നെ ഈ വിഷയവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും വാദപ്രതിവാദങ്ങൾക്ക് വിഷയീഭവിച്ചിട്ടുള്ളതുമാണ്. കർത്താവിൻ്റെ 2-ാം വരവും ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി 3 വ്യത്യസ്ത വീക്ഷണഗതികൾ നിലവിലുണ്ട്. ഒന്നാമത്തേത് പ്രീ മില്ലേനിയലിസം, മുന്നാഗമനവാദം. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് കർത്താവ് വരുന്നു എന്ന വാദം, അല്ലെങ്കിൽ
കർത്താവിൻ്റെ രണ്ടാം വരവിന് ശേഷം 1000 ആണ്ട് വാഴ്ച നടക്കുന്നു എന്ന്. രണ്ടാമത്തേത് പോസ്റ്റ് മില്ലേനിയലിസം, പിന്നാഗമനവാദം. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം കർത്താവ് വരുന്നു എന്ന വാദം, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് 1000 ആണ്ട് വാഴ്ച നടക്കുന്നുവെന്ന്. മൂന്നാമത്തേത് അമില്ലേനിയലിസം, സഹസ്രാബ്ദ വാഴ്ച നിഷേധം, അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച ഒന്ന് ഇല്ലെന്ന വാദം. അത് തികച്ചും വചനവിരുദ്ധമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. കാരണം 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് വചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വിഷയം വ്യക്തമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ 3 കാര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തേത്, ഈ വാഴ്ചയിൽ പങ്കുള്ളത് ആർക്കാണ്, അല്ലെങ്കിൽ വാഴുന്നത് ആരാണ്. രണ്ടാമത്തേത്, ഈ വാഴ്ചയുടെ കാലയളവ് ഏതാണ്, അല്ലെങ്കിൽ എന്നു മുതൽ എന്നു വരെയാണ് ഈ വാഴ്ച നടക്കുന്നത്. മൂന്നാമത്തേത്, ഈ വാഴ്ച ഏതു വിധമുള്ളതാണ്, അല്ലെങ്കിൽ ഈ വാഴ്ചയുടെ സ്വഭാവം ഏതാണ്. ഒന്നാമതായി, ആർക്കാണ് ഈ വാഴ്ചയിൽ പങ്കുള്ളത്, അല്ലെങ്കിൽ ആരാണ് വാഴുന്നതെന്ന് നമുക്ക് നോക്കാം. നിദ്ര പ്രാപിച്ച സകല വിശുദ്ധന്മാരും പുനരുത്ഥാനം പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുമെന്നാണ് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 4-ാം വാക്യത്തിൽ അതിനുള്ള വ്യക്തമായ മറുപടിയുണ്ട്. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറേ ആത്മാക്കളാണ് ജീവിച്ച് 1000 ആണ്ട് വാഴുന്നത് എന്നാണ്. ആത്മാക്കൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പുനരുത്ഥാനം പ്രാപിച്ച ആത്മാക്കളാണ് 1000 ആണ്ട് വാഴുന്നത്. ക്രിസ്തു 1000 ആണ്ട് വാഴുന്നു എന്ന പഠിപ്പിക്കൽ വചനപ്രകാരമുള്ളതല്ല. അപ്പോൾ വാണുകൊണ്ടിരുന്ന ക്രിസ്തുവിനോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ച ആത്മാക്കൾ വാഴുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഒരു സ്ഥലത്ത് എന്ന് ഒരു സഹോദരനോടുകൂടി 10 ദിവസം താമസിച്ചു എന്ന് പറഞ്ഞാൽ ആ സഹോദരൻ അവിടെ താമസം തുടങ്ങിയിട്ട് 10 ദിവസമേ ആയുള്ളെന്ന് വരുമോ? അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ ജീവിച്ചു വാഴുന്ന ആത്മാക്കൾ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ദൈവവചനം പ്രസംഗിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ, അല്ലെങ്കിൽ ക്രിസ്തീയ രക്തസാക്ഷികളുടെ ആത്മാക്കൾ. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിന് കീഴിൽ ഈ ആത്മാക്കൾ നിലവിളിക്കുന്നതും അവർക്ക് വെള്ള നിലയെങ്കി ലഭിക്കുന്നതുമായ ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 6-9 മുതൽ 11 വരെ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുമ്പോഴും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. വെള്ള നിലയെങ്കി പുനരുത്ഥാന ശരീരത്തെയാണ് ഇത് കാണിക്കുന്നതെന്ന് അന്ന് നമ്മൾ കണ്ടതാണ്. 7-ാം അധ്യായം 9-ാം വാക്യത്തിലും നാം ഇത് കണ്ടിരുന്നു. സ്വർഗസിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ ആഹ്ലാദിച്ചാർക്കുന്ന എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം ധരിച്ചിരിക്കുന്ന വസ്ത്രം. ഇനി മറ്റൊരു കൂട്ടം ആത്മാക്കളും ജീവിച്ച് 1000 ആണ്ട് വാഴുന്നവരുടെ ഗണത്തിൽ ഉണ്ട്. മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കൾ. ഇതാരാണെന്ന് വ്യക്തമായി നമുക്കറിയാം. മൃഗത്തെ അല്ലെങ്കിൽ ചക്രവർത്തിയെ ആരാധിക്കാതെ
അവൻ്റെ പ്രതിമയെ നമസ്കരിക്കാതെ അവൻ്റെ മുദ്രയേൽക്കാതെ കൊല്ലപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കൾ, അതും ക്രിസ്തീയ രക്തസാക്ഷികൾ തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. ഇങ്ങനെ വധിക്കപ്പെടുന്നവർ എല്ലാ കാലത്തും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവരെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്. ആദിമസഭയിൽ ചക്രവർത്തി ആരാധന നിരസിച്ചതിൻ്റെ പേരിൽ അനേക വിശ്വാസികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെ ക്രിസ്തു നിമിത്തവും ദൈവവചന നിമിത്തവും തലഛേദിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ ആത്മാക്കളാണ് പുനരുത്ഥാനം പ്രാപിച്ച് അല്ലെങ്കിൽ ജീവിച്ച് ക്രിസ്തുവിനൂടെ 1000 ആണ്ട് വാഴുന്നത്. അല്ലാതെ നിദ്ര പ്രാപിച്ച സകല വിശുദ്ധന്മാരും പുനരുത്ഥാനം പ്രാപിച്ച് വാഴുകയല്ല. ആരാണ് 1000 ആണ്ട് വാഴുന്നത് എന്ന ചോദ്യത്തിന് നമുക്കുത്തരമായി. ഇനി രണ്ടാമത്തേത്, ഈ വാഴ്ചയുടെ കാലയളവ് ഏതാണ്, അല്ലെങ്കിൽ എന്നു മുതൽ എന്നു വരെയാണ് ഈ വാഴ്ച നടക്കുന്നത്? ഈ ചോദ്യത്തിന് ഏതാണ്ട് നമ്മൾ ഉത്തരം കണ്ടു കഴിഞ്ഞു. രക്തസാക്ഷികൾ ജീവിച്ചു വാഴുന്നത് ക്രിസ്തുവിനോട് കൂടെയാണല്ലോ. അതുകൊണ്ട് ഇവരുടെ വാഴ്ചക്കാലം ക്രിസ്തു വാഴുന്ന കാലഘട്ടം തന്നെയാണെന്ന് സംശയലേശമന്യേ നമുക്ക് പറയാം. ക്രിസ്തു വാഴ്ച തുടങ്ങിയത് എപ്പോഴാണെന്ന് നാം നേരത്തെ കണ്ടതാണ്. സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നതോടെ ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങി എന്ന് 12-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ പഠനത്തിൽ നാം മനസ്സിലാക്കി. സഭയുടെ ആരംഭ സമയം മുതൽ തന്നെ അനേക വിശുദ്ധന്മാർ രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അന്ന് മാത്രമല്ല, അന്നും ഇന്നും എന്നും സഭയിൽ രക്തസാക്ഷികളായി കൊല്ലപ്പെടുന്ന അനേകം വിശുദ്ധന്മാരുണ്ട്. അവർ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴുന്നു. അതുകൊണ്ട് അവർ വാഴുന്ന കാലഘട്ടം ക്രിസ്തു വാഴുന്ന കാലഘട്ടം തന്നെയാണെന്ന് വ്യക്തമാണ്. മൂന്നാമത്തേത്, ഈ വാഴ്ച ഏതു വിധമുള്ളതാണ്, അല്ലെങ്കിൽ ഈ വാഴ്ചയുടെ സ്വഭാവം ഏതാണ്? ഇതും ഏതാണ്ട് നാം മനസ്സിലാക്കി. രക്തസാക്ഷികളായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ജീവിച്ചു വാഴുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും അവർ പുനരുത്ഥാന ശരീരത്തോടെയാണ് വാഴുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ഇവിടെയല്ലാതെ വചനത്തിൽ മറ്റൊരിടത്തും പരാമർശമില്ല. എന്നാൽ പുതിയ ഭൂമിയിൽ വിശുദ്ധന്മാർ വാഴുന്നതിനെക്കുറിച്ചുള്ള വചനങ്ങൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള വചനമായി ചിലർ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് ശേഷം ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിച്ച് 1000 വർഷം വാഴുമെന്ന് പഠിപ്പിക്കുന്നവർക്ക് ആ വചനങ്ങൾ ഒരു പിടിവില തന്നെയാണ്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. 5-ാം വാക്യം, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. മരിച്ചവരിൽ രക്തസാക്ഷികളായവർ പുനരുത്ഥാനം ചെയ്തു വാഴുന്ന കാര്യം പറഞ്ഞിട്ട് പറയുകയാണ് മരിച്ചവരിൽ ശേഷമുള്ളവർ എന്ന്. നിദ്ര പ്രാപിച്ച രക്തസാക്ഷികൾ ഒഴികെയുള്ള വിശുദ്ധന്മാരും അവിശ്വാസികളും ചേർന്ന ജനസമൂഹം, ഇവരിൽ ആരും 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല, അല്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ചില്ല. 6-ാം വാക്യം, ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. 1-ാമത്തെ പുനരുത്ഥാനം രക്തസാക്ഷികളായ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ് 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വ്യക്തിപരമായി ഓരോ രക്തസാക്ഷിയും ഭാഗ്യവാനും വിശുദ്ധനുമാണെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അല്ലാതെ ബാക്കിയുള്ളവർ ആരും ഭാഗ്യവാനും വിശുദ്ധനും അല്ലെന്നല്ല അർത്ഥമാക്കുന്നത്. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർക്കിനി ന്യായവിധിയോ ശിക്ഷാവിധിയോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്കുള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. 2-ാം മരണം, 1-ാം മരണം കഴിഞ്ഞ സകല മനുഷ്യരെയും അന്ത്യനാളിൽ ദൈവം പുനരുത്ഥാനത്തിലേക്ക് വരുത്തുകയും ന്യായവിധി ദിവസം അവരെ ന്യായം വിധിച്ച് നീതിമാന്മാരായി തൻ്റെ വിശുദ്ധന്മാരെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുകയും അനീതി പ്രവർത്തിച്ച് ദുഷ്ടജനത്തെ തീപ്പൊയ്കയിലേക്ക് തള്ളുകയും ചെയ്യുന്നു. ഈ തീപ്പൊയ്കയാണ് 2-ാം മരണം. സുവിശേഷം 25-ാമത്തെ 31 മുതലുള്ള വാക്യങ്ങളിൽ
അന്ത്യ ന്യായവിധിയുടെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കാണാം. ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 34 വരെ വാക്യങ്ങളും 41-ാം വാക്യവും. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. 41-ാം വാക്യം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഈ നിത്യാഗ്നിയാണ് രണ്ടാം മരണം. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനൂടെ 1000 ആണ്ട് വാഴും. ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ അവർ നിർവഹിക്കുന്നത് ഏതുതരം ശുശ്രൂഷയാണെന്ന് വചനത്തിൽ വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നമുക്കത് അറിയില്ല. അടുത്ത 2 ഭാഗങ്ങൾ ദൈവഹിതമായാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.